യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ കർത്താവേ, ഒരു പരിശുദ്ധ ദിവസം കൂടെ തിരുസന്നിധിയിൽ ആരാധനകളിലൂടെ ബലപ്പെടുവാൻ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആലയം തുറന്ന് ഞങ്ങൾക്ക് ആരാധന പങ്കിടുവാൻ അവിടുന്ന് കൃപ പകരുമ്പോൾ പരിമിതമാകുന്ന അവിടുത്തെ മക്കളുമായി തിരുസന്നിധിയിൽ പ്രാർത്ഥനകളിൽ ബലപ്പെടുവാൻ കൃപയിരിക്കണമേ. ദൈവ സാന്നിധ്യം കൃപാകടാക്ഷത്തോടൊന്നും കൂടിയിരിക്കണമേ. ആരാധനമതിലായിരിക്കുന്ന കുയരങ്ങളെയും ബലപ്പെടുത്തണമേ. ശബ്ദത്തെ നിയന്ത്രിക്കുന്ന അവിടുത്തെ മകനെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരാധന ആരംഭിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 282 ഗീതം നമുക്ക് പാടാം. ഗീതം 282.
കാരണങ്ങളാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ. അവിടുന്ന് സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും തിരുക്കളങ്ങൾ വരഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച എവിടവും മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ ജനവും അവിടത്തേക്ക് ആളുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസനതയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനകൾക്കായി നമുക്ക് മുട്ടുകളെ മുടക്കാം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങൾ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. വിശ്വാസ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞുമറിയാതെയും വന്നുപോയ എല്ലാ മാനുഷിക ബലഹീനതകളെയും തിരുസന്നിധിയിൽ ഉണർന്ന് അനുതാപത്തോടെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറത്തെ മധ്യഭാഗത്ത് കാണുന്ന പ്രാർത്ഥന വിനയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഉണർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ കരുതിയ വിധങ്ങളെ ഓർത്ത് തിരുസന്നിധിയിൽ നമുക്ക് സ്തോത്രത്തോടെ അടുത്ത് ചെല്ലാം. ആരാധനക്രമം 15-ാം പുറത്ത് കാണുന്ന സ്തോത്ര ലിത്താനി. ഓരോ സ്തോത്ര പ്രാർത്ഥനയുടെയും പിന്നാലെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി നമുക്ക് സ്തോത്രം കരയേറ്റാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഹരിക്കുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. ക്രിസ്തയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദിനം പ്രതിയുള്ള ആഹാരം,
വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവോചനമെന്ന ശിഷ്ടദാനത്തിനായി, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായി ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായി, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നെന്നും അവിടുത്തെ ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തെയും ദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുമെന്ന് വിശ്വസിപ്പാൻ കൃപ തരണമേ. തികഞ്ഞ പരമാർത്ഥത്തോടെ പിന്തുടരുവാനും ശാന്തവും സമൃദ്ധമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മിശിഹ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കായുള്ള വിശുദ്ധ സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചന വേദഭാഗം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചന വേദഭാഗം. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതു ശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളൊരു ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. നിൽക്കവേ നമ്മുടെ വിശ്വാസം ദൈവസന്നദ്ധയിൽ ഒരിക്കൽ കൂടെ നമുക്ക് പ്രസ്താവിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു.
പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം എഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി, സർവശക്തനുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. വിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നമുക്ക് നമ്മുടെ മുഖങ്ങളടക്കം പ്രാർത്ഥനയ്ക്കായി തുടങ്ങാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ആലയം തുറന്ന് കൂട്ടായ്മ പങ്കിടുവാൻ അവിടുന്ന് വീണ്ടും കൃപ ഒരുക്കുന്നതിനായ സ്തോത്രം. ആരാധനകളിലൂടെ ബലപ്പെടുവാൻ വരുന്ന നാളുകളിലും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാലും സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ഏകി അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. വരുന്ന നാളുകളിലും അനുഗ്രഹീതമാകുന്ന ശുശ്രൂഷകൾ ദേശത്തിനും ആലയ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുവാൻ അവിടുന്ന് കൃപയൊരുക്കണമേ. സഭാ കമ്മിറ്റികളായി സഭയുടെ നേതൃത്വനിരയിലായിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ബലപ്പെടുവാൻ സഭയെ നയിപ്പാനുള്ള കൃപ അവിടുന്ന് വരണമേ. ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ കുടുംബ ജീവിതങ്ങൾക്കായി സ്തോത്രം. പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെയും പകർച്ചവ്യാധികൾ ദേശത്ത് നിലനിൽക്കുമ്പോഴും ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിലും ആരാധനയിലും ബലപ്പെട്ട ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സമാധാനവും ശക്തീകരണങ്ങളും ജീവിതത്തിൽ അനുഭവിപ്പാൻ അവിടുന്ന് തുടർന്ന് കൃപ പകരണമേ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ അവിടുന്ന് കൃപയേകിയാലും ഓരോ പ്രതിസന്ധികളും വചനത്തിലൂടെ ഞങ്ങൾക്ക് ഭക്തന്മാർ മാതൃക വെച്ചു. പ്രതിസന്ധികളുടെ മധ്യത്തിൽ വഴി തുറക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. പ്രാർത്ഥനകളിലൂടെ അത് അനുഭവിപ്പാൻ വരുന്ന നാളുകളിൽ അവിടുന്ന് അനുഗ്രഹിച്ചാലും ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന തലമുറക്കാർക്കായി സ്തോത്രം. വിവിധ പ്രായക്കാരായി ഞങ്ങളോടൊപ്പം ഒരുമിച്ച് വളർന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. പഠനങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ തലമുറക്കാരെ അനുഗ്രഹിച്ചാലും ഈ നാളുകളിൽ പരീക്ഷാ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കൃപയാൽ ബലപ്പെടുത്തണമേ. നല്ല വിജയം ലഭ്യമായി തീരുവാൻ അനുഗ്രഹീതമായി ഉപരിപഠനത്തിനായും പുതിയ തൊഴിൽ മേഖലകൾക്കായും വഴി തുറന്ന് അവിടുന്ന് ബലപ്പെടുത്തണമേ. യുവ സഹോദരങ്ങളെ അവിടുന്ന് തുടർന്ന് കൃപയുടെ മറവിൽ മറച്ചുകൊണ്ടാലും വാർദ്ധക്യ മാതാപിതാക്കന്മാരെ ശക്തീകരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളും വിശ്വാസ ജീവിതവും തലമുറക്കാർക്കും ദേശത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ തുടർന്നും അവിടുന്ന് ഉപകരിക്കണമേ. വാർദ്ധക്യ സഹജമായിട്ടുള്ള ചികിത്സകളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യകൃപയും കരുതലും കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ വിവിധ തരത്തിലുള്ള ചികിത്സകളിലായിരുന്ന അവിടുന്ന് നൽകിയ സൗഖ്യവുമായി ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. തുടർന്ന് കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. പകർച്ചവ്യാധി എന്ന മഹാമാരിയുടെ പിടിയിൽ
കഴിഞ്ഞ നാളുകളിൽ ജീവിതങ്ങൾ വഴുതി വീഴ്ന്നു പോവുകയും അവിടുന്ന് നൽകിയ സൗഖ്യവുമായി ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയമുള്ളവർ ഓർക്കുന്നു. ആരോഗ്യം വീണ്ടെടുക്കുവാൻ അവിടുന്ന് കൃപയായിരിക്കണമേ. ഞങ്ങളുടെ ദേശത്തു നിന്ന് പകർച്ചവ്യാധി എന്ന മഹാമാരി മാറിപ്പോകുവാൻ അവിടുന്ന് കൃപയായിരിക്കണം, ശക്തീകരിക്കണമേ. ദേശത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചാലും ബലപ്പെടുത്തിയാലും പ്രാർത്ഥനകൾ ഉയരുന്ന നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യം ദേശത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അനുഭവിപ്പാൻ അവിടുന്ന് കൃപയായിരിക്കണമേ. പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെയും അരുമനാഥന്റെ കരം പിടിച്ച് ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശുശ്രൂഷ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് അധികം ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. തുടർന്നും അവിടുന്ന് ശക്തീകരിക്കണമേ. അച്ഛനെയും കുടുംബമായി അവിടുന്ന് അനുഗ്രഹിച്ചാലും തലമുറക്കാരെയും കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളിലും ദൈവ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ പിയാർമാരെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് കരുതി വഴി നടത്തിയ നിമിഷങ്ങൾക്കായി സ്തോത്രം. ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും കാത്തുകൊള്ളണമേ. മൈക്ക് ഓപ്പറേറ്ററെയും വിശ്വനതയിലേക്ക് ഓർക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ മറച്ചുകൊണ്ടാലും കുടുംബത്തെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറംഗങ്ങളെയും വിശ്വനതയിലേക്ക് ഓർക്കുന്നു. അവിടുന്ന് തുടർന്നും ശക്തീകരിച്ചാലും ബലപ്പെടുത്തിയാലും ആരാധനകളിലൂടെ ദൈവ സാന്നിധ്യം തുടർന്നും അനുഭവിപ്പാൻ ഈ ദേശത്തിൽ ഈ ആലയത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്താലും ഒരു സാന്നിധ്യം ഇപ്പോഴും ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. വചനം സംസാരിക്കുന്ന പ്രിയ അച്ഛനെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ വന്നു പോകുന്ന കുറവുകൾ കൃപയാലോട് ക്ഷമിച്ചാലും മാറും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകി. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ അടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഭാവോട് ക്ഷമിക്കുക. ഞങ്ങളുടെ പരീക്ഷയുടെ സന്തോഷം രാജ്യവും ശക്തിയും നീ നൽകിക്കൊള്ളുന്നല്ലോ. ആമേൻ. ഈ സമയം ചർച്ച വേറെ ഗാനം ആലപിക്കുമ്പോൾ മേശമേൽ സ്തോത്ര വഴിപാടുകൾ നമുക്ക് അർപ്പിക്കാവുന്നതാണ്. ഈ ആരാധനകളിൽ നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത്, പോർഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് സാബിൻ, ലിവിൻ, ആഷറുല്ല, ജസ്റ്റിൻ സ്റ്റാൻലി ആൻഡ് ഫാമിലി, ബെൽഹവൻ. മിഷണറി ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത്
സൈജു ഡീക്കർ ആൻഡ് ഫാമിലി, ആഷറുല്ല. മറ്റ് നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് അമൽ പൈവിളക്കോണം, ജി റോബിൻസൺ ഫയർ മാസ്റ്റർ, DR നവാസ്, ഡെയ്സി നെയ്യനിക്കോണം. രോഗസൗഖ്യത്തിനായി സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് രാജൻ വിറ്റിൻ ഹൗസ്, വിനറ്റ് രമ്യ ഭവൻ. പ്രാക്ടിക്കൽ പരീക്ഷയുടെ അനുഗ്രഹത്തിനായി സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഷാനി US ഉഷസ്. നാളെ മുതൽ ആരംഭിക്കുന്ന +2 പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഷാലു US ഉഷസ്, ഷീല സൈജു ഭവൻ, സാവിൻ ലിവിൻ ആഷർവില്ല. ജന്മദിന കാണിക്കകൾ അർപ്പിച്ചിരിക്കുന്നത് ഫ്ലൈഡാസൻ ബെൽഹവൻ, ഡെയ്സി ഷാർലറ്റ് സുമാ ഭവൻ, CG ടോം ദാസ് കോട്ടേജ്, ഷീബ ടോം ദാസ് കോട്ടേജ്, ആൻസി കോട്ടേജ്, ഐറിൻ വയലറ്റ് ആൻസി കോട്ടേജ്, ലളിത ലിൻസ്ബി ഏഞ്ചൽസ് കോട്ടേജ്. വിവാഹ വാർഷിക കാണിക്കകൾ അർപ്പിച്ചിരിക്കുന്നത് ജന്മദിന സ്തോത്രം സെൽവിദാനം പുളിയങ്കോട്. വിവാഹ വാർഷിക കാണിക്കകൾ അർപ്പിച്ചിരിക്കുന്നത് ശ്രീ ആൻഡ് ശ്രീമതി ജസ്റ്റിൻ സ്റ്റാൻലി ഫ്ലൈഡാസൻ ബെൽഹവൻ, അനുരാജ് സജില അനുരാജ് ജയദേവ ഭവൻ. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ രാജൻ ചിറത്തലയ്ക്കൽ, സ്വപ്ന ശമുവേൽ സ്വപ്ന ഹൗസ്, സെറാഫിൻ റോസാർ, ബിൻസി രാജ് പ്രസൂനം, ബിന്ദു വിക്ടർ വില്ല, സജിൻ റോബർട്ട് സജിൻ നിവാസ്, വിക്ടോറിയ പെരിഞ്ഞാങ്കോണം, ബിജുമോൻ ഇരപ്പുകുഴി, മിഥുന അനീഷ് ഭവൻ, വിവേക് കുമാർ ഏഞ്ചൽ, അൽമ എ വിപിൻ ആരാധ്യ, എയ്മ എ വിപിൻ ആരാധ്യ, ജോൺ വിക്ടർ ഗ്രേസ് ലാൻഡ്, സുനിൽ SR സുനിത ഭവൻ, രാഹുൽ ചിറ്റാലങ്കോട്. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവ കൃപകളും നേർന്നുകൊള്ളുന്നു. ഈ നേർച്ചകളെയും കാഴ്ചകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സകല നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിൽ ആരാധന മധ്യേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തിന് ഒത്തവണ്ണം ദൈവനാമമഹത്വത്തിനായിട്ട് ഈ ആരാധന മധ്യേ കാഴ്ചകൾ അർപ്പിപ്പാൻ, വഴിപാടുകൾ അർപ്പിക്കാൻ, നേർച്ചകൾ സമർപ്പിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചത് കൊണ്ട് സ്തോത്രം. ദേശമേൽ കാണിക്ക അർപ്പിച്ച എല്ലാവരുടെ മക്കളെയും ദൈവമേ അവിടുന്ന് തീർക്കൺ പാർക്കുകയും അവിടുത്തെ അനുഗ്രഹം നിന്റെ മക്കളുടെ മേൽ ചൊരിഞ്ഞ് വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസവരി കാണിക്കകളായി, ജന്മനാൾ കാണിക്കയായി, മിശ്രീ ഫണ്ടിലെ കാണിക്കയായി, വിവാഹ വാർഷിക കാണിക്കയായി, പ്രത്യേക സ്തോത്ര അർപ്പണങ്ങളായി, പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകളായി ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന വഴിപാടുകളെ ദൈവം സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രസാദിക്കുകയും അവർ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തരപരമായ നന്മ അവർക്ക് നൽകുകയും ചെയ്യണമേ. പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ നാളുകളാക്കി തീർക്കണമേ. കുടുംബ വർഷത്തിന്റെ സന്തോഷം പങ്കിടുന്നവർക്ക് പുതിയ വർഷം
ഏറ്റവും അനുഗ്രഹപൂർണമായി തീരാൻ ദൈവകൃപ പകരണമേ. പ്രത്യേകിച്ച് കർത്താവേ, പരീക്ഷകളുടെ അനുഗ്രഹത്തിനായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവം തൃക്കൺ പാർക്കുകയും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേക സ്തോത്രാർപ്പണങ്ങൾ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സാധു സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് സമൃദ്ധിയായിട്ട് വഴി നടത്തണമേ. ഈ വരുന്ന ദിനങ്ങളിൽ ജന്മനാൾ ആചരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. കൃപകളാലുള്ള വഴി നടത്തണം. കർത്താവേ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കായി സ്തോത്രം. കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരാൻ സഹായിക്കണം. തിരുസലിലായിരിക്കും ഞങ്ങൾ എല്ലാവരെയും കാണിക്കയായി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളിൽ കർത്താവെ പ്രസാദിക്കുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ച് നന്മകളാൽ സമ്പന്നമാക്കി വേടത്തിച്ചണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയെ അറിയിക്കുന്ന ചില അറിയിപ്പുകൾ. വരുന്ന ഞായറാഴ്ചയും ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക് ആരാധനകൾ ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കേണ്ടുന്ന വാർഡുകളുടെ വിശദ വിവരണങ്ങൾ വാട്സപ്പിലൂടെ അറിയിക്കുന്നതാണ്. ലോക്ക്ഡൗൺ സമയങ്ങളിൽ ഞായർ ആരാധന, പ്രഭാത പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നതിനു വേണ്ടി സഹായിച്ച കൊയർ മാസ്റ്റർ, മൈക്ക് ഓപ്പറേറ്റർ, സാങ്കേതികമായി സഹായം നൽകി സഹകരിച്ച ശ്രീ ലിജൻ ലിൻസ് ബീഡിക്ക്, ജോഫി സാംജീസ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. അഭിവന്ദ തിരുമേനിയാൽ നിയോഗിക്കപ്പെട്ട താൽക്കാലിക ഇടവക കമ്മിറ്റി വരുന്ന ഞായറാഴ്ച 4/7/2021 വരുന്ന ഞായറാഴ്ച ആരാധനകൾക്ക് ശേഷം കൂടുന്നതാണ്. സഭാ കമ്മിറ്റി കഴിഞ്ഞാലുടൻ 11:30 ബിൽഡിംഗ് കമ്മിറ്റിയും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച ആരാധന കഴിഞ്ഞാലുടൻ സൺഡേ സ്കൂൾ, ശ്രീജന സഖ്യം, യുവജന സഖ്യം എന്നീ സംഘടനകളുടെ സെക്രട്ടറിമാർ, അക്കൗണ്ടന്റ്, ട്രഷറർ എന്നിവർ ഒരുമിച്ച് കൂടേണ്ടതാണ്. ഇന്ന് 4 മണിക്ക് മുക്കോല ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സഭകളിൽ നിന്ന് പുതിയ ഇടവകകളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സഭാ ശുശ്രൂഷകർക്ക് ഡിസ്ട്രിക്റ്റായി സെൻഡ് ഓഫ് ക്രമീകരിക്കുന്നു. സഭയിൽ നിന്ന് സഭാ ശുശ്രൂഷകനും ഇടവക സെക്രട്ടറിയും പങ്കെടുക്കേണ്ടതാണ്. പ്രഭാത ആരാധനകളിൽ ഒന്ന് സഭയുടെ യൂട്യൂബ് ചാനലിൽ 5 മണി മുതൽ ഭവനങ്ങളിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കാവുന്നതാണ്. 414 ഗീതം പാടി വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. 414 ഗീതം പാടിയതിനു ശേഷം സ്നേഹവും ബഹുമാനവുമുള്ള റവറൻഡ് ഡോക്ടർ LJ സാംജീസ് അച്ഛനിൽ നിന്ന് ഈ ആരാധനത്തിലേക്ക് ആവശ്യമാകുന്ന തിരുവചന സന്ദേശം നമുക്ക് കേൾക്കാവുന്നതാണ്. Thank you.
എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് പ്രകാരം ദൈവാലയത്തിൽ ആരാധന അർപ്പിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, ദൈവവചനത്തിൽ വേരൂന്നി നമ്മുടെ ആത്മീയമായ പരിപോഷണം കണ്ടെത്താൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഏറ്റവും സ്നേഹമുള്ള അനീഷച്ചൻ, മന്ദിരായ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശിഷ്യത്വത്തിന്റെ വില എന്നതാണ് ഇന്ന് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം. 3 വേദഭാഗങ്ങളാണ് അതിനുവേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും, 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, നാം ഇന്ന് പാഠമായിട്ട് വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുമാണ്. ഗുരു ശിക്ഷ സംസ്കാരം ഭാരതത്തിൽ പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്ന ഒന്നാണ്. കർത്താവായ യേശുക്രിസ്തുവും തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ തന്നോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളികളായി തീരാൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ക്രിസ്തീയ ശിഷ്യത്വം എന്നത് ക്രിസ്തു കാട്ടിത്തന്ന പാതയിലൂടെയുള്ള സഞ്ചാരവും ദൗത്യ നിർവഹണവുമാണ്. ഇന്ന് പാഠമായിട്ട് വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് നൽകുവാനും അത്രേ വന്നത്. ശിഷ്യത്വത്തിന്റെ വിലയെന്നത് വിശ്വാസത്തിലും ത്യാഗത്തിലും ക്രിസ്തു കാട്ടിത്തന്ന മാർഗത്തിന്റെ ക്രൂശിന്റെ അനുഭവമായിട്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ശിഷ്യത്വത്തിലേക്കുള്ള വിളി പ്രതിസന്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള വിളി എന്ന് നമുക്ക് അറിയാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുക, അവന്റെ ദൗത്യം യേശുവിന്റെ ഹിതപ്രകാരം, ആലോചന പ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം ദൗത്യത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ നിറവേറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി.
ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയും നമുക്ക് കാണാനായിട്ട് കഴിയും. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് യേശു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഭാ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ AD 70 ജനിച്ച ബിഷപ്പ് പോളികാർപ്പിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അടിയുറച്ച ദൈവവിശ്വാസിയും ധീരനുമായിരുന്നു പോളികാർപ്പ്. വചനം അപ്പാടെ അനുസരിച്ച് അത് ശരിയായി ഗ്രഹിച്ച് ഏറ്റവും വിശുദ്ധി ഉള്ള ഒരു ജീവിതവും ക്രിസ്തു ശിഷ്യനായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്നാൽ സഭാ വിരോധികളായവർ അന്നും ഭരണകർത്താക്കളിലൂടെ ഈ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പീഡിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ബിഷപ്പായിട്ട് പോളികാർപ്പ് അവരോധിക്കപ്പെട്ടപ്പോ താൻ ഇറക്കിയ ഒരു പ്രസ്താവനയിൽ ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവിന് വേണ്ടി ഒരു ശിഷ്യനായി ജീവൻ കൊടുക്കേണ്ടി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ക്രിസ്തു മഹത്വം പ്രചരിപ്പിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടെയാണ് ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്രകാരം തന്നെ പ്രവർത്തിക്കാനായിട്ടും ഇടയായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ക്രിസ്തുമതം പ്രചരിക്കുന്നത് എതിർത്തിരുന്ന ഭരണാധികാരികൾ അന്ന് രാജ്യഭരണം ഏറ്റിരുന്ന ചക്രവർത്തിയായ അന്റോണിയസ് പയസിന്റെ അടുക്കൽ ചെന്ന് ഇന്ന് ഈ രാജ്യത്ത് പടർന്നു പിടിക്കുന്ന വ്യാപിക്കുന്ന പകർച്ചവ്യാധിക്ക് കാരണം ക്രൈസ്തവരാണ്, അതുകൊണ്ട് ഇതിനെ നിരോധിക്കാനും ഉന്മൂലനം ചെയ്യാനുമൊക്കെ ഉള്ള ആലോചനകളും തീരുമാനങ്ങളും കൈക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അതിലൂടെ കൊടിയ പീഡനങ്ങൾ സഭയ്ക്കും ക്രൈസ്തവർക്കും നേരെ ഉണ്ടായെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. AD 156 ഏഷ്യയിലെ ജനം പങ്കെടുക്കുന്ന ഒരു ഉത്സവം എല്ലാ വർഷവും നടക്കുന്നത് പതിവാണ്. അതിലെ പ്രത്യേക വിനോദം എന്നത് സ്റ്റേഡിയം പോലുള്ള ഒരു സ്ഥലത്ത് ആൾക്കാർ ഒരുമിച്ച് കൂടി വരും. ഇന്ന് കുറ്റവാളികളായവരെ ഈ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടില് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ ആക്രമിച്ച് കൊല്ലുവാനുള്ള മൃഗങ്ങളെ ആ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടും. അവർ വന്ന് ഈ കുറ്റവാളികളെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികളെ ഉപദ്രവിക്കുന്നത് കണ്ട് കൈകൊട്ടി ആർത്ത് രാജാവിന് ജയ് പാടുന്ന അനുഭവമാണ് അവിടുത്തെ പ്രത്യേകമായ വിനോദമായിട്ട് കാണപ്പെട്ടത്. ഈ 156 പോളികാർപ്പായ ബിഷപ്പിൽ അവരെ കണ്ടുനിട്ട് ആ ബിഷപ്പിനെയും പിടിച്ച് കൊണ്ടുവന്ന് ഇപ്രകാരമുള്ള ഈ വിനോദത്തിൽ ഉൾപ്പെടുത്തി കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു, തീരുമാനിച്ചു. ആ പോളികാർപ്പിനെ പിടിക്കുവാനായിട്ട് അവർ ചെന്നു. വളരെ പുഞ്ചിരിയോടുകൂടെ അവരോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അല്പസമയം തരണം. അതവർ അനുവദിച്ചു കൊടുത്തു. പ്രാർത്ഥന കഴിഞ്ഞ് വളരെ ഉത്സാഹത്തോടുകൂടെ പോളികാർപ്പ് തന്റെ ആ ഭവനത്തു നിന്ന് പുറത്തേക്ക് വന്നു. ഈ പോളികാർപ്പിനെ അവർ വലിച്ചേച്ച് ജനമധ്യത്തിന്റെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ക്രിസ്തുവിനെയും ക്രിസ്തു വിശ്വാസത്തെയും ഞാൻ തള്ളിപ്പറയാമെങ്കിൽ ഈ പീഡനത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. അപ്പോൾ പോളികാർപ്പ് പറഞ്ഞു, എന്നെ 86 സംവത്സരമായിട്ട് ഒരു ദോഷവും കൂടാതെ വഴി നടത്തുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നു.
അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്. എന്റെ ജീവൻ പോകേണ്ടി വന്നാലും അവിലയായി കൊടുക്കേണ്ടി വന്നാലും ഞാൻ അവരിൽ തന്നെ വിശ്വസിക്കും. ജനമൊക്കെയും ഇതിന്റെ മുന്നിൽ തല കുനിച്ച് നിന്നും ചോര കൊതിപ്പുണ്ട വയസ്സും പടയാളികളും ചേർന്ന് കൈകാലുകൾ ബന്ധിച്ച് എരിയുന്ന ചിതയിലേക്ക് പോളികാർപ്പിനെ വലിച്ച് എറിഞ്ഞു. ക്രിസ്തുവിന് വേണ്ടി ശിഷ്യത്വം സ്വീകരിച്ച ആ വ്യക്തിയുടെ ദേഹി ചിതയിൽ എരിഞ്ഞമർന്നെങ്കിലും അവിടെ നിന്ന് അനേകം ക്രിസ്ത്യ വിശ്വാസികൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ചിന്തകൾ ഗുരു ശിഷ്യ ബന്ധമെന്നത് വളരെ ദൃഢമായതാണ്. ശിഷ്യത്വം വിശ്വാസത്താൽ ഉള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. കഷ്ടത സഹിക്കുക, ഗുരുവിൽ നിന്ന് ശിക്ഷണം ഏറ്റുവാങ്ങി ഉത്തമ ശിഷ്യനായിട്ട് പ്രവർത്തിക്കുക, ശിഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ മാർഗം ത്യാഗത്തിൻ്റെതാണ് എന്നീ ചിന്തകളാണ് നമുക്ക് വേദഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിൽ പഴയ നിയമ വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11 മുതൽ 23 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്ന ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ച് ഈ ചിന്ത അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവിശ്വാസിയും ദൈവഭക്തനുമായ ഒരു വ്യക്തിത്വമായിരുന്നു ദാനിയേലിൻ്റെത്. 3 നേരവും ദിവസവും യെരൂശലേമിലേക്ക് നേരെ വാതിൽ തുറന്നു വെച്ച് ദൈവത്തോട് അഭയാചന കഴിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദാരിയവേശ് രാജാവിലൂടെ ദൈവാരാധികളായവർക്ക് എതിരെയുള്ള തീരുമാനം സ്വീകരിച്ച് അവരെ പീഡിപ്പിക്കുന്ന അനുഭവമൊക്കെ അന്നും ആ രാജ്യത്ത് ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പ്രജകൾ ആരും തന്നെ ദേവന്മാരോടോ മറ്റാരോടെങ്കിലും തങ്ങളുടെ ആവശ്യം ഒരിക്കലും പറയാനായിട്ട് പാടില്ല. രാജാവിനോട് മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാവൂ എന്നതായിരുന്നു. അത് ലംഘിച്ചാൽ സിംഹഗുഹയിലാണ് അവരെ ഇട്ട് അവർക്ക് ശിക്ഷ നൽകുന്നത്. ദാനിയേൽ നല്ലൊരു ഭരണാധികാരിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. വിശ്വസ്തനായിരുന്നു നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാരിയവേശ് രാജാവുമായിട്ട് നല്ലൊരു ബന്ധം അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഗുരു ശിഷ്യ ബന്ധം തന്നെ അവർക്കുണ്ടായിരുന്നു മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ബന്ധത്തിൽ നിലനിൽക്കവേ തന്നെ നമുക്കറിയാം ഇന്നും ഇപ്രകാരം വളർന്നു വരുന്ന അംഗീകാരത്തോടെ നിൽക്കുന്നവരെ കുറിച്ചുള്ള പല പകപോക്കലുകളും പല രംഗങ്ങളിലും, രാഷ്ട്രീയ രംഗത്തായാലും സഭയിലായാലും മറ്റൊക്കെ നടക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്രകാരം ദാനിയേലിനോട് അസൂയ പൂണ്ട ഭരണകർത്താക്കൾ അതിനെതിരെ രാജാവിന്റെ അടുക്കലേക്ക് ചെന്ന് ദാനിയേൽ അങ്ങയുടെ കൽപ്പന ലംഘിക്കുകയാണ്, അതുകൊണ്ട് അവനോട് ശിക്ഷ നൽകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഗത്ത് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു പകൽ മുഴുവനും ദാരിവേശ് രാജാവ് ദാനിയേലിനെ വിടുവിക്കാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ അതവർ കൂട്ടാക്കിയില്ല.
അവസാന രാജാവിന്റെ കൽപ്പന നിറവേറ്റിയതായിട്ട് വന്നു. ഇവിടെ രാജാവിന്റെ കൽപ്പന പ്രകാരം അത് ലംഘിക്കുന്നവരെ സിംഹക്കൂട്ടിൽ അടയ്ക്കണമെന്നുള്ളതാണ്. സന്ധ്യയായപ്പോൾ അതിനുള്ള അവസരം ഉണ്ടായി. ദാനിയേലിനെയും സിംഹക്കൂട്ടിലേക്ക് പടയാളികൾ ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന് അടയ്ക്കുകയും ചെയ്തു. ഇവിടെ ഈ ദാരിവേശ് രാജാവ് പറയുകയാണ്, 16-ാമത്തെ വാക്യത്തിൽ കാണാം, നീ ഇടപെടാതെ ആരാധിക്കുന്നു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് രാജാവ് ഒരു ആശംസ പറഞ്ഞാണ് ദാനിയേലിനെ അയക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആശംസ ദാനിയേലിന് രാജാവ് നൽകണമെങ്കിൽ എത്രമാത്രം ബന്ധം ഈ രാജാവുമായിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ രാത്രി മുഴുവനും ഈ രാജാവ് ഉപവസിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വൈപ്പാട്ടികൾ ആരും തന്നെ ആ രാത്രി അവന്റെ അടുക്കലേക്ക് വന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ശരിയായ ഒരു ഉപവാസം രാജാവ് നിർവഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയാൽ തന്റെ ശിഷ്യനായ തന്റെ പ്രിയപ്പെട്ടവനായ ദാനിയേലിനെ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി. അത് രാവിലെ തന്നെ രാജാവ് എഴുന്നേറ്റ് വളരെ വ്യഗ്രതയോടുകൂടെ ഈ സിംഹത്തിന്റെ കൂട്ടിലേക്ക് അടുത്തു വരുന്നു. അവിടെ വന്ന വളരെ വിശ്വാസത്തോടുകൂടെ രാജാവ് ചോദിക്കുകയാണ്, നീ ആരാധിക്കുന്ന നിന്റെ ദൈവം, നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം സിംഹത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചുവല്ലോ എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ദാനിയേലിനെ അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത്. ദാനിയേൽ വളരെ സന്തോഷത്തോട് പറയുകയാണ്, എനിക്ക് ഒരു ദോഷവും സംഭവിച്ചില്ല എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ സിംഹക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട ദാനിയേലിന് ലഭിച്ച ശിക്ഷയിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് തന്നെ ദാനിയേലിനെ വിടുവിച്ചു. തന്റെ ജീവിതത്തിൽ ആഴമായ വിശ്വാസത്തോടും ദർശനത്തോടും കൂടെ ഒരു നല്ല ശിഷ്യനായിട്ട് പ്രവർത്തിച്ചതാണ് ദാനിയേലിന് വിമോചനത്തിനും വിടുതലിനും കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ഇവിടെ കേട്ടതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 14:27 പറഞ്ഞു, ത്യാഗത്തോടുകൂടെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥമായ ശിഷ്യൻ. ഏത് കഷ്ടതയും സഹിക്കുവാനുള്ള മനസ്സൊരുക്കമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കണം ഒരു ശിഷ്യൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോഴും ഈ 2 കൊരിന്ത്യർ 6-10 വരെയുള്ള വാക്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ അപ്പോസ്തലനായ പൗലോസും അത് വിവരിക്കുന്നതായിട്ട് അറിയാൻ കഴിയും. യേശുവും അത് തന്നെയാണ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ മാർഗം ത്യാഗത്തിൻ്റെതാണ്. ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്വം ക്രിസ്തുവിന് വേണ്ടി ഒരു നല്ല പടയാളിയായി തീരുക എന്നതാണ്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ത്യാഗോജനമായി പ്രവർത്തിച്ച് അനുസരണയോടെ യാഗമായി തീരുക, അല്ലെങ്കിൽ ക്രൂശ് വഹിക്കുക, അത് ഒരു നല്ല ശിഷ്യന്റെ ഉത്തരവാദിത്വമാണ്. ഇതിന് നമുക്ക് വില കൽപ്പിക്കാനായിട്ട് കഴിയില്ല. നാം കൽപ്പിക്കുന്ന വിലയ്ക്ക് അതീതമായിട്ടാണ് അത് കാണുന്നത്. ഗുരുവിനെ പോലെ ആയിത്തീരുന്ന അനുഭവം നാമം പാടും, യേശുവെ പോലെ ആക്കുവാൻ എന്നെയും ഇതാ സമർപ്പിക്കുന്നു, അപ്രകാരം എന്നെ ആക്കി തീർക്കണമേ എന്ന്. ആ ഒരു ബന്ധത്തിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ നമുക്ക് മുൻ മാതൃകയായിരുന്ന ഗുരു ശിഷ്യ ബന്ധങ്ങളിലെ ഊഷ്മളതയും ആ വിശ്വാസ ദൃഢതയും ത്യാഗോജനമായ പ്രവർത്തനം ചെയ്തവരെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇത്തരുണത്തിൽ നമുക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ മുന്നേറാം. ക്രിസ്തു ശിഷ്യരായി നമുക്കും നല്ല സാക്ഷ്യം വഹിക്കാം. അതിന് ഈ നാളുകളിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തു ശിഷ്യരാകുവാൻ സ്വയം സമർപ്പിച്ച് ഞങ്ങളെ തന്നെ അങ്ങേയ്ക്കായി അർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ
അവിടുന്ന് നല്ല ഗുരുവായിരുന്ന്, സദ്ഗുരുവായിരുന്ന് അങ്ങ് കാട്ടിത്തന്ന ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവത്തിൽ വളരാനും നിലനിൽക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കണമേ. ഈ ആരാധനയുടെ ആദ്യത്തെ തിരുസാന്നിധ്യം കൃപയും പകർന്നതിനായി സ്തോത്രം. അർപ്പിച്ച ആരാധനയുടെ മഹത്വം സ്വീകരിച്ചതിനായി സ്തോത്രം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം തിരുക്കൃപ കൊടുത്തതിനായി സ്തോത്രം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചവരെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തെ ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. ദൈവകൃപയോടെ തുടർന്ന് ഞങ്ങളെ വഴി നടത്തേണം. എല്ലാ തിന്മകളിൽ നിന്ന് വിടുവിക്കണം. കോവിഡ്-19 എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് രക്ഷിക്കണം. മൂന്നാം വ്യാപനത്തിന്റെ തിന്മകളൊന്നും ഞങ്ങളെ തൊടാതെ വണ്ണം ദൈവം സംരക്ഷിക്കണം. തുടർന്നുള്ള ആരാധനകളിലും അവിടുത്തെ തിരുക്കൃപയും സാന്നിധ്യവും പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം ഏറ്റെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ നിരന്തരമായ സത്രവും കൂട്ടാവടത്തിപ്പ് അനുഗ്രഹവും നാം എല്ലാവരോടും ഇന്നും എന്നും കാല അവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.